ഇന്നത്തെ താളുകളിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സമാധാനത്തിന്റെയും അഹിംസയുടെയും അപ്പോസ്തലനായ തിച്ച് നാറ്റ് ഹാനിന്റെ 3 മനോഹരമായ പുസ്തകങ്ങളാണ്. തിച്ച് നാറ്റ് ഹാൻ ഒരു സെൻ ബുദ്ധ സന്യാസിയും ലോകമെമ്പാടും അറിയപ്പെടുന്ന മൈൻഡ്ഫുൾനെസിന്റെ പിതാവുമാണ്. ആത്മീയ ഗുരുവായ അദ്ദേഹത്തിന് സമാധാനത്തിനും അഹിംസയ്ക്കുമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് 1967 മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അദ്ദേഹത്തെ സമാധാനത്തിനായുള്ള നോബൽ പ്രൈസിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. 1982 ഫ്രാൻസിൽ അദ്ദേഹം ആദ്യത്തെ പ്ലം വില്ലേജ് സ്ഥാപിച്ചു. ഇന്നത് ലോകമെമ്പാടുമുള്ള മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് പ്രവർത്തകരുടെ പ്രചോദന കേന്ദ്രമായി മാറിയിരിക്കുന്നു. വർത്തമാനകാലത്തിൽ ജീവിക്കുക, മനഃശാന്തിയും സന്തോഷവും വളർത്തുക, കരുണയും അഹിംസയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നിവയാണ് പ്ലം വില്ലേജിന്റെ പ്രധാന സന്ദേശങ്ങൾ. ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ 3 പുസ്തകങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട പുസ്തകമായ സൈലൻസ്. ശബ്ദവും തിരക്കുകളും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് നിശബ്ദതയുടെ ശക്തിയും അതിന്റെ പ്രാധാന്യവും ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളുടെ ചിന്തകളെയും ഉള്ളിലെ ശാന്തിയെയും കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് ഈ പുസ്തകം. നിശബ്ദത വെറും ശബ്ദത്തിന്റെ അഭാവമല്ല, മറിച്ച് ആത്മാവിന്റെ ആഴങ്ങളിലേക്കുള്ള ഒരു വാതിലാണ് എന്നത് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത പുസ്തകമാണ് ഹൗ ടു ഫൈറ്റ് എന്നുള്ളത്. പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ പോരാട്ടത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണെന്ന് തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ സ്വന്തം മനസ്സിൽ നടത്തുന്ന ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭയം, കോപം, നിരാശ എന്നിവയെ എങ്ങനെ അതിജീവിക്കാം എന്ന് മാത്രമല്ല, കരുണയിലേക്കും സമാധാനത്തിലേക്കും മൈൻഡ്ഫുൾനെസ്സിലേക്കും നമ്മളെ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നും ഈ പുസ്തകം പഠിപ്പിക്കുന്നു. മൂന്നാമതായി ഉള്ള പുസ്തകമാണ് ആൻസർ ഫ്രം ദ ഹാർട്ട്. ദൈനംദിന ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. കുടുംബ ബന്ധങ്ങൾ, കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആത്മീയത, ബുദ്ധമതം, ആരോഗ്യം, ജീവിതത്തിലെ മറ്റു വെല്ലുവിളികൾ തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം. ഹൃദയത്തിൽ നിന്നുയരുന്ന ചോദ്യങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നുള്ള ഉത്തരങ്ങൾ നൽകുന്ന ഒരു പുസ്തകം. ഈ 3 പുസ്തകങ്ങളും നമ്മെ കൂടുതൽ ബോധപൂർവമായും സമാധാനപരമായും കരുണയോടെയും ജീവിക്കുവാൻ പ്രചോദിപ്പിക്കുന്നു. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരു നിമിഷം നിർത്തി ഇപ്പോഴുള്ള ആ നിമിഷത്തെ ആസ്വദിക്കാനും പൂർണ്ണമായി അനുഭവിക്കാനും ഈ പുസ്തകങ്ങൾ നമ്മെ ക്ഷണിക്കുന്നു. വീണ്ടും മറ്റൊരു പുസ്തകമായി അടുത്ത താളുകളിലൂടെ കാണാം.